Hi dears, a very good morning to all. Today we are going to discuss about a new chapter titled Final Accounts of Banking Companies. നമ്മുടെ ഡെയിലി ലൈഫിൽ ബാങ്കുമായി ബന്ധപ്പെടാത്തവർ വളരെ ചുരുക്കമാണ് അല്ലേ. നിങ്ങളെല്ലാവരും ബാങ്ക് കണ്ടവരും ബാങ്ക് പോയിട്ടുള്ളവരും ബാങ്കിങ് ഡീലിങ്സ് നടത്തിയിട്ടുള്ളവരും ഒക്കെയാണ് അല്ലേ. ഒരു ബാങ്കിങ് കസ്റ്റമർ ആയിട്ടുള്ള പല ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ടാവും ഇല്ലേ മക്കളെ. അതുകൊണ്ട് പക്ഷേ ബാങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്, ബാങ്കിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ന്യൂ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ ബാങ്ക്? എന്താണ് ബാങ്ക്? ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ്. എന്താണ്? ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ്. ബാങ്കിങ് ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേരാണ് ബാങ്ക്. ഇറ്റ് ഡീൽസ് വിത്ത് മണി ആൻഡ് ക്രെഡിറ്റ്. ഇത് എന്താണ് ഡീൽ ചെയ്യുന്നത്? പണവും കടവും. ഇറ്റ് ഡീൽസ് വിത്ത് മണി ആൻഡ് ക്രെഡിറ്റ്. പണവും കടവും ഡീൽ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് അതർ പീപ്പിൾസ് മണി. മറ്റുള്ളവരുടെ ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഡീൽസ് വിത്ത് അതർ പീപ്പിൾസ് മണി. ഇറ്റ് കളക്ട്സ് money from or savings from various peoples and gives this money to needy persons. ഇതാണ് ഒരു ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനം. സോ ബാങ്ക് ഈസ് കോൾഡ് എ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി. ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറിയാണ്. സേവിങ്സ് ഓഫ് ദി പീപ്പിൾസ്, അതായത് ജനങ്ങളുടെ സമ്പാദ്യം കളക്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറിയാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ദസ് ബാങ്ക് ഈസ് കോൾഡ് റിസർവോയർ ഓഫ് മണി. പണത്തിൻ്റെ ഒരു സംരംഭം, ഒരു സംഭരണിയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് ഈസ് കോൾഡ് റിസർവോയർ ഓഫ് മണി. പണത്തിൻ്റെ ഒരു സംഭരണിയാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് മാനുഫാക്ചേഴ്സ് ക്രെഡിറ്റ്. ഇറ്റ് മാനുഫാക്ചേഴ്സ് മണി അല്ലേ. ക്യാഷ് മാനുഫാക്ചർ ചെയ്യലാണ് ആരുടെ പരിപാടി? ബാങ്കിൻ്റെ പരിപാടി. ബാങ്കിൻ്റെ പരിപാടി എന്താണ്? പണം മാനുഫാക്ചർ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ്? ഇറ്റ് മാനുഫാക്ചേഴ്സ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടം ഉണ്ടാക്കുക അല്ലേ. ഇത് ഇവരുടെ ഒരു ഹോബിയാണ് അല്ലേ. നമുക്ക് പണം, മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് നമുക്ക് പണം കടം തരുന്നു, അങ്ങനെ അവർ പണം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് ശരിക്കും ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് എന്താണ്? ഇറ്റ് മാനുഫാക്ചേഴ്സ് മണി ആൻഡ് ക്രെഡിറ്റ്. ദാറ്റ് ഈസ് വൈ bank is called a factory of credit. That is why a bank is called a factory of credit. ക്രെഡിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ശരിക്കും ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? അപ്പോൾ എന്താണ്? ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ് അല്ലേ. നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിലും ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് തിയററ്റിക്കലി പറയാൻ ചിലപ്പോൾ എന്താണ് ബുദ്ധിമുട്ടുണ്ടാവും. അതിലെ ഫങ്ഷൻസ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം നമുക്ക് ഈ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ സർക്കാർ, അടുത്ത കാലത്തല്ല 2015 2015 നമ്മുടെ ക്യാഷ്ലെസ് എക്കോണമി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ജൻധൻ യോജന എന്ന് പറഞ്ഞ പുതിയ ഒരു സ്കീമൊക്കെ നരേന്ദ്രമോദി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ ഈ ജൻധൻ യോജന പ്രകാരം എന്താണ് പറയുന്നത്? എല്ലാ വീട്ടിലെ എല്ലാ ആളുകൾക്കും എന്ത് വേണം? ബാങ്ക് അക്കൗണ്ട് വേണം. ക്യാഷ് ഡീൽ ചെയ്യുന്നതൊക്കെ ഏതിലൂടെ ആയിരിക്കണം? ബാങ്കിലൂടെ ആയിരിക്കണം. ഒരു ക്യാഷ്ലെസ് എക്കോണമി സൃഷ്ടിക്കുക എന്നതായിരുന്നു അതിൻ്റെ പിറകിൽ. അതോടൊപ്പം തന്നെ ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കുക അല്ലേ. ഇങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ വിജയിച്ചോ എന്തോ അറിയില്ല. നമ്മുടെ ഡിമോണിറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പേപ്പറുകളിലും നവമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ എന്തായിരുന്നു? എല്ലാവർക്കും എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുക, ബാങ്കിലൂടെ മാത്രം എന്ത് നടത്തുക? ട്രാൻസാക്ഷൻസ് നടത്തുക എന്നതായിരുന്നു നമ്മുടെ സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് അല്ലേ. അപ്പോൾ എനിവേ, അപ്പോൾ ബാങ്കിന് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഗൂഗിൾ പേ വഴിയും അങ്ങനെ ഒരുപാട് ഇപ്പോൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇപ്പോഴത്തെ ഈ പ്രത്യേക സിറ്റുവേഷനിൽ അല്ലേ. ഇപ്പം നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ആരും പണം ശരിക്കും കൈകൊണ്ട് കൈമാറ്റം ചെയ്യാൻ തന്നെ എല്ലാവർക്കും ഭയമാണ് അല്ലേ. നമ്മളൊക്കെ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അക്കൗണ്ടിൽ ക്യാഷ് ഇടുന്നു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗൂഗിൾ പേ വഴിയും പല പല ആപ്പുകൾ വഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിലൂടെ
ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബാങ്ക് എന്താണെന്നും ബാങ്കിൻ്റെ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഒരു ബാങ്കിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ദെൻ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാം, അല്ലേ, ദെൻ ബാങ്ക് അക്കൗണ്ട്സിൻ്റെ പ്രത്യേകത. സാധാരണ കമ്പനി അക്കൗണ്ട്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ട്സിന് ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലേ. അതൊക്കെ മനസ്സിലാക്കി ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ബാങ്ക് ആരും മറന്നിട്ടില്ലല്ലോ? ഇല്ലല്ലോ. എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ്. ഓക്കെ, കിട്ടിയല്ലോ അല്ലേ? എന്താണ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും മണി ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ ഹോബീസ് എന്ന് പറയുന്നത്, ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിസർവോയർ ഓഫ് മണിയാണ് ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് മാനുഫാക്ചേഴ്സ് മണി, ഇറ്റ് മാനുഫാക്ചേഴ്സ് ക്രെഡിറ്റ്. ദാറ്റ് ഈസ് വൈ ബാങ്ക് ഈസ് കാൾഡ് എ ഫാക്ടറി ഓഫ് ക്രെഡിറ്റ്. ഓക്കെ, ദെൻ in India, banking companies are governed by Banking Regulation Act 1949. ഇന്ത്യയിൽ ബാങ്കിങ് കമ്പനീസിനെ കംപ്ലീറ്റ് ഗവേൺ ചെയ്യുന്നത് ഏത് ആക്ട് ആണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. കുട്ടികളെ, നിങ്ങൾ കഴിഞ്ഞ സെമ്മിലൊക്കെ ഇത് പഠിച്ചിട്ടില്ലേ? കമ്പനീസ് ആക്ടിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? കമ്പനി അക്കൗണ്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? കമ്പനി അക്കൗണ്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? അപ്പോൾ കമ്പനി അക്കൗണ്ട്സും കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലേ? വേരിയസ് കമ്പനീസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കമ്പനിയെ ഗവേൺ ചെയ്യുന്നത് ഏതാണ്? കമ്പനീസ് ആക്ട് ആണ്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? കമ്പനീസ് ആക്ട് 1956 ആണ് ഒരു കമ്പനിയെ ഗവേൺ ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ അത് ഒന്നും കൂടി അമെൻഡ് ചെയ്തിട്ട് കമ്പനീസ് ആക്ട് 2013 ആക്കിയിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു ബാങ്കിങ് കമ്പനിയെ ഗവേൺ ചെയ്യുന്നത് ആരാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഇൻ ഇന്ത്യ, ബാങ്കിങ് കമ്പനീസ് ആർ ഗവേൺഡ് ബൈ ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949. ഓക്കെ, ദെൻ ഈ ബാങ്കിങ് കമ്പനീസ് ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഈ ബാങ്കിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് എന്താ നിങ്ങൾക്കറിയാം, നമ്മൾ അതിൻ്റെ മീനിങ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്നാലും ഈ ബാങ്കിനൊരു ഡെഫിനിഷൻ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ എന്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 defines banking as accepting for the purpose of lending or investment of the deposits of the money from the public, repayable on demand or otherwise, withdrawable by check, draft or order or otherwise. ഓക്കെ, നിങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ടാവും, എന്തിനാ ടീച്ചർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു അതർവൈസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കണമെന്ന്, അല്ലേ? അത് ഓരോരുത്തരുടെ കോട്ടിങ്സ്. ഇപ്പോൾ ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരം എന്താണ് ബാങ്ക് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ആ കോട്ടിങ്സ് പറയുമ്പോൾ നമ്മൾ എന്ത് തന്നെ വേണം? ആ കോട്ടിങ്ങിലൂടെ തന്നെ അവരെന്താണോ പറഞ്ഞത് അതായിട്ട് തന്നെ പറയണം. അപ്പോഴാണ് അതൊരു ഡെഫിനിഷനായിട്ട് മാറുക. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് ഡിഫൈൻ ബാങ്കിങ്. അപ്പോൾ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്, അല്ലാതെ ബാങ്ക് എന്താണ് എഴുതിയതിനെ കൊണ്ട് നമുക്ക് എന്താണ് ഗുണമില്ല, അല്ലേ? അപ്പോൾ ആ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ആസ് ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ്. എന്താണ്? ആക്സെപ്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ്. കടം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും, അല്ലേ? ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകിൽ പണം കടം കൊടുക്കാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ്സ് ഓഫ് ദി മണി ഫ്രം ദി പബ്ലിക്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലേ? ദെൻ റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴാണോ ഈ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റീപേയ്മെന്റ് നടത്തണം, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് 5 വർഷത്തേക്ക് ഒരു 5 lakh rupees ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. 5 വർഷം കഴിഞ്ഞാൽ അത് അവരെന്ത് ചെയ്യണം? നമുക്ക് റീപേയ്മെന്റ് നടത്തണം. അതാണ് പറഞ്ഞത് റീപേബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ഉണ്ടാവും, ഡിമാൻഡ് വരുമ്പോൾ എന്ത് ചെയ്യണം? അത് റീപേയ്മെന്റ് നടത്തണം, അല്ലേ? വിത്ഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ അതർവൈസ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? പണം ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ. ഇപ്പോൾ നമ്മളൊക്കെ എന്താ ATM യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പണം വിഡ്രോ ചെയ്യുന്നുണ്ട്, അല്ലേ? അങ്ങനെ വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത് എന്നാണ് അക്കോർഡിംഗ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഓക്കെ, കിട്ടിയാലോ? ഒന്നുകൂടിയും എന്താണ് ഡെഫിനിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. കാരണം ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്, repayable on demand or otherwise, withdrawable by check, draft or
otherwise. ഇതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നമുക്ക് തന്നിട്ടുള്ള ഡെഫിനിഷൻ. അതിലൊരു ബാങ്ക് ചെയ്യേണ്ട ഒരുവിധം ഫങ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൂടിയാണത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ബാങ്ക് എന്താണ്. ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ്. ഇന്ത്യയിൽ ഇൻ ഇന്ത്യ ബാങ്കിങ് കമ്പനീസ് ആർ ഗവേൺഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ദെൻ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷനും കൂടി നമ്മൾ പഠിച്ചു. ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദി പബ്ലിക് ആൻഡ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ അതർവൈസ്. ഓക്കെ, റെഡിയാണല്ലോ. ഇനി നമുക്ക് വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ഇൻകം. ബാങ്കിന് ഇൻകം കിട്ടുന്ന ഉറവിടങ്ങൾ, സോഴ്സസ് ഓഫ് ഇൻകം. ബാങ്ക് ഇൻകം കിട്ടുന്നത് എവിടെ നോക്കിയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. ലോൺ കൊടുക്കുമ്പോൾ ഇവർക്ക് എന്ത് കിട്ടും? അതിന്മേൽ ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റുമേലും ലോണിന്മേലും കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ഇൻകത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്ന ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിൽ ഉള്ള തുകയേക്കാൾ കൂടുതൽ തുക വിഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ബാങ്കിങ് കസ്റ്റമറാണ്, ബാങ്കിങ്സുമായിട്ടൊരു ഗുഡ് ഡീലിങ്സ് ഉള്ള ഒരു കസ്റ്റമറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ കറണ്ട് അക്കൗണ്ടിൽ 50,000 റുപ്പീസ് ഉണ്ട്. ബട്ട് എനിക്കൊരു 75,000 റുപ്പീസിൻ്റെ ആവശ്യം വന്നു എന്ന് വിചാരിക്കും. ഞാൻ എന്ത് ചെയ്യും? ബാങ്കിൽ പോയി 75,000 റുപ്പീസ് വിഡ്രോ ചെയ്യും. ആക്ച്വലി എൻ്റെ അക്കൗണ്ടിൽ എത്ര മാത്രമേ ഉള്ളൂ? ഓൺലി 50,000 റുപ്പീസ്. നമുക്ക് എക്സ്ട്രാ 25,000 റുപ്പീസ് ബാങ്ക് തരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഓവർ ഡ്രാഫ്റ്റിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ഇൻട്രസ്റ്റും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരുടെ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പം മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. ലോൺ കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഒരു ബാങ്കിൽ പോയിട്ട് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ എടുത്ത ആൾ മുടിയുമെന്ന് പറയാറുണ്ട്. കാരണം എന്താ? അതിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം? 10%, 12% ഹൗസിംഗ് ലോൺ ആണെങ്കിലും അതുപോലെ ഏത് ലോൺ ആണെങ്കിലും എന്താണ്, നമ്മൾ 10%, 12% ഒക്കെ എന്ത് കൊടുക്കാറുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ട്. ഇതാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഴ്സ് ഓഫ് ഇൻകം, മെയിൻ സോഴ്സ്. ദെൻ അടുത്തത് ഡിസ്കൗണ്ട്സ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? ബാങ്കിന് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്താണ് ബില്ല് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് കമ്പനി അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയത് ഓർമ്മയുണ്ടോ? ഇല്ലേ? യെസ്. എന്താണ് ബിൽസ് റിസീവബിൾ? എൻ്റെ കമ്പനി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനി മറ്റൊരു കസ്റ്റമർക്ക് ഗുഡ്സ് കടത്തിന് വിറ്റു. ഓക്കെ, പണം എന്ത് ചെയ്തു? അടുത്ത മാസം 30-ാം തീയതി തരാമെന്ന് പറഞ്ഞിട്ട് അവരൊരു ബില്ല് എനിക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബിൽസ് റിസീവബിൾ ആണല്ലോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്, കമ്പനി അക്കൗണ്ട്സിൽ പഠിച്ച കാര്യമാണ്. ഈ ബില്ലിൻ്റെ എമൗണ്ട് എനിക്ക് എന്നേ കിട്ടുള്ളൂ? നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് 30th എനിക്ക് കിട്ടുക. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് 15th ആയപ്പോഴേക്കിനും ഈ ക്യാഷ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടുമോ? ഇല്ല. കാരണം അവർ ബില്ലിൽ കറക്റ്റായിട്ട് ഡേറ്റ് തന്നിട്ടുണ്ട്, 30-ാം തീയതിയെ ക്യാഷ് തരൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് 15th തന്നെ എന്തായി? ക്യാഷ് ആവശ്യമായി വന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ബില്ല് ബാങ്കിൽ കൊണ്ടുകൊടുക്കും. ഓക്കെ, ബാങ്കിൽ കൊണ്ടുകൊടുത്താൽ ബാങ്ക് അത് നമുക്ക് അതിൻ്റെ പണം കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് എടുത്തുകൊണ്ട് ആ ബില്ലിൻ്റെ എമൗണ്ട് നമുക്ക് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിൽ എമൗണ്ട് 1 lakh ആണെന്ന് വിചാരിക്കും. ബിൽ എമൗണ്ട് 1 lakh ആണ്. ആ 1 lakhൻ്റെ ബില്ല് നമ്മൾ ബാങ്ക് കൊണ്ടേ കൊടുത്താൽ നമുക്കൊരു 95,000 റുപ്പീസ് അവർ അപ്പം തന്നു എന്ന് വിചാരിക്കും. ബാക്കി 5,000 റുപ്പീസ് അവർ ഡിസ്കൗണ്ട് ആയിട്ട് എടുക്കും. അപ്പോൾ ഈ ഡിസ്കൗണ്ടും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. അടുത്തത് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? accepting for the purpose of lending or investment. Okay, lending or investment. ഒന്നുകിൽ പണം കടം കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഷെയറിലോ ഡിബഞ്ചറിലോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ആര് പണം ആക്സെപ്റ്റ് ചെയ്യുന്നത്? ആര് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ബാങ്ക് ഡെപ്പോസിറ്റ്
ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പണം നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഷെയറിലോ ഡിബഞ്ചറിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ആണോ നമ്മുടെ ക്യാഷ് കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഷെയറിൽ കൊടുക്കുന്നത്? അല്ല, ആ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഡിവിഡൻഡ് ആയിട്ട് ആർക്ക് കിട്ടും? ബാങ്കിന് കിട്ടും. അതോടൊപ്പം ഡിബഞ്ചറിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് കിട്ടും? ഇങ്ങോട്ട് വരുമാനം കിട്ടും. അതാണ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. കിട്ടിയോ? സ്വന്തം ബാങ്കിന്റെ പണം വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഷെയറിലോ ഡിബഞ്ചറിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഡിവിഡൻഡും ഇൻട്രസ്റ്റും, അതും ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ഇൻകമാണ്, സോഴ്സ് ഓഫ് ഇൻകമാണ്. അടുത്തത് പ്രോഫിറ്റ് ഓൺ ഓവർസീസ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ. എന്താണത്? പ്രോഫിറ്റ് ഓൺ ഓവർസീസ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ അല്ലേ. നമുക്കറിയാം ഗൾഫിലൊക്കെ ഇപ്പം നമ്മൾ ഗൾഫിലൊരാൾക്ക് എത്ര സാലറി എന്ന് ചോദിച്ചാൽ ഗൾഫിലെ എമൗണ്ട് അല്ല പറയാം. ഗൾഫിലെ കറൻസിയും ഇവിടുത്തെ കറൻസിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇവിടെ വരുമ്പോൾ അവിടുത്തെ 2000 എന്ന് പറയുന്നത് നമ്മളിവിടെ വരുമ്പോൾ എന്താണ്, നമ്മൾ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 50,000 ഒക്കെ ആവും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഗൾഫ് കൺട്രീസിൽ നിന്ന് ജനങ്ങൾ കൂടുതൽ ക്യാഷ് ഇങ്ങോട്ട് വരാനൊക്കെ ഉള്ള ചാൻസ്. അല്ലാതെ അവിടെ കൂടുതൽ പണം അവർക്ക് കൊടുത്തിട്ടല്ല, ഈ നമ്മുടെ കറൻസിയും അവരുടെ കറൻസിയും തമ്മിലുള്ള എക്സ്ചേഞ്ചിൽ വരുന്ന ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഗൾഫ് കൺട്രീസിലുള്ള ഒരാൾ അവർക്ക് ഇപ്പോൾ റിയാലിലോ ദിർഹത്തിലോ കിട്ടുന്ന എമൗണ്ട് നമ്മുടെ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അത് ബാങ്ക് വഴിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഓവർസീസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഓവർസീസ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷനിലൂടെ കിട്ടുന്ന പ്രോഫിറ്റും ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സോഴ്സ് ഓഫ് ഇൻകം ആണ്. അടുത്തത് കമ്മീഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, ബാങ്ക് ഡ്രാഫ്റ്റ്. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫണ്ട് ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്കും ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് അങ്ങനെയൊക്കെ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അല്ലേ. വെറുതെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് തരികയാണോ? അല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഒരു കമ്മീഷൻ ആര് പിടിക്കും? ബാങ്ക് പിടിക്കും. ഓക്കെ, ബാങ്ക് ഫുള്ള് നമ്മളെ നന്നാക്കാൻ നിൽക്കുന്ന ആളുകളല്ല, പകരം എന്താണ്, അവരുടെ പ്രോഫിറ്റും അവർക്ക് എത്രത്തോളം ഇൻകം കിട്ടുമെന്ന് നോക്കാറുണ്ട്. പക്ഷെ നമുക്ക് സഹായമാണ് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങോട്ട് കൊടുക്കലൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ അതൊക്കെ എന്താണ്, ഇലക്ട്രോണിക്കലി ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കമ്മീഷൻ നമ്മൾ ആർക്ക് കൊടുക്കണം? ബാങ്കിന് കൊടുക്കണം. ഇത്രയും ഇൻകംസ് ആണ് ആർക്കുള്ളത്? ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ഓക്കെ, കിട്ടിയോ? നമ്മൾ ഇന്ന് എന്താണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെയാണ്? എന്താണ് ബാങ്ക്? ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ്. ഓക്കെ, ദെൻ ബാങ്ക് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അല്ലേ. ദെൻ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം അല്ലേ. ഏതൊക്കെ സോഴ്സസിലൂടെയാണ് ബാങ്കിന് ഇൻകം കിട്ടുന്നത്? ഫസ്റ്റ് പറഞ്ഞു നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് മേലും ലോണിന്മേലും ഒക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റ്. അനദർ വൺ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസ്കൗണ്ട്. നെക്സ്റ്റ് വൺ ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, സ്വന്തം ഇൻവെസ്റ്റ്മെന്റ് മേൽ കിട്ടുന്ന ഡിവിഡൻഡ് ഇൻട്രസ്റ്റ്. ദെൻ ഫോർത്ത് വൺ പ്രോഫിറ്റ് ഓൺ ഓവർസീസ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ അല്ലെ, വിദേശ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ്. മറ്റൊന്ന് കമ്മീഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, അതുപോലെ ബാങ്ക് ഡ്രാഫ്റ്റ് എക്സെട്ര. നമ്മൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ. ദീസ് ആർ ദി മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം ഫോർ എ ബാങ്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ റവന്യൂ എക്സ്പെൻസസ്. എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം? എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ആ കമ്പനിക്ക് ഉണ്ടായിരിക്കുക? ഓക്കെ, റവന്യൂ എക്സ്പെൻസസ്. ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുക. ലോണിന് ഉള്ള ഇൻട്രസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് ബാങ്കിന് കൊടുക്കും. പക്ഷേ നമ്മളൊരു തുക ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ഇങ്ങോട്ട് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആർ ദെയർ. കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്സ്, ടൈം ഡെപ്പോസിറ്റ് ഓർ ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എക്സെട്ര. ഇങ്ങനെ ഒരുപാട് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഈ ഡെപ്പോസിറ്റ്സിനൊക്കെ നമ്മൾക്ക് എന്ത് കിട്ടാറുണ്ട്? ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. നോർമലി കറണ്ട് അക്കൗണ്ടിന് ഇല്ലാന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഏകദേശം ഡെപ്പോസിറ്റ്സിനൊക്കെ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ബാങ്ക് തരും. പൊതുവെ എന്താണ്, ബാങ്ക് നമുക്ക് തരുന്ന ഇൻട്രസ്റ്റും ലോണിന്മേൽ ഈടാക്കുന്ന ഇൻട്രസ്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് തരുന്ന കുറവായിരിക്കും, നേരെ മറിച്ച് ലോണിന് നല്ല ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുകയും വേണ്ടി വരും. ഓക്കെ,
അപ്പം മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റിന്മേൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. അടുത്തത് ജനറൽ എക്സ്പെൻസസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ആ ബാങ്കിങ് കമ്പനി മാനേജ് ചെയ്യാൻ നമുക്കറിയാലോ ജനറൽ എക്സ്പെൻസസ്. ഒരു ബാങ്കിൽ മാനേജർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ സാലറി എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ അറിയാം അല്ലേ. മിനിമം ഒരു ക്ലർക്കിന് വരെ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടാറുണ്ട് എന്നാണ് ബാങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ മൊത്തത്തിലുള്ള മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള അല്ലേ, അപ്പോൾ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസസ്. ദെൻ മറ്റൊന്ന് മെയിൻ്റനൻസ് ഓഫ് പ്രീമിസസ് ആൻഡ് എക്യുപ്മെൻറ്റ്. ബാങ്കിൽ ഒരുപാട് എക്യുപ്മെൻറ്റ് ഉണ്ടല്ലോ അല്ലേ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒന്നും മാനുവൽ ആയിട്ടല്ല ചെയ്യുന്നത്, ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഒക്കെ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയൊക്കെ ടെക്നോളജീസും അതുപോലെ എക്യുപ്മെൻറ്റ്സും ഒക്കെ ഒരുപാട് ബാങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എക്സ്പെൻസ് വരും. അതും ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ലാസ്റ്റ് വൺ, ടാക്സേഷൻ. ടാക്സ് കൊടുക്കണ്ടേ? ഓക്കെ, ഈ ടാക്സേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒന്നുകൂടിയും പോവാം. സോഴ്സസ് ഏതൊക്കെയാണ്? മെയിൻ സോഴ്സസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, മറ്റൊന്ന് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, then commission on transfer of funds and overdraft, then profit on overseas exchange transaction. then അതോടൊപ്പം എക്സ്പെൻസസ് നമുക്ക് അറിയാവുന്നതാണ്. ഡെപ്പോസിറ്റിന്മേൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ദെൻ ജനറൽ എക്സ്പെൻസസ് ഓഫ് മാനേജ്മെന്റ്, ദെൻ മെയിൻ്റനൻസ് ഓഫ് പ്രീമിസസ് ആൻഡ് എക്യുപ്മെന്റ്, ടാക്സേഷൻ. ഇത്രയും എക്സ്പെൻസസ് ആണ് ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അല്ലേ. ഇനി എന്താണ് ഒരു ബാങ്കിൻ്റെ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ഒരു ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. ഇപ്പോൾ നമുക്കറിയാം, അത് ഓരോ ബാങ്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്താ കുട്ടികളെ? നിങ്ങൾ +2 തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഫങ്ഷൻസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തൊക്കെയാണ്? പ്രൈമറി ഫങ്ഷൻസും സെക്കൻഡറി ഫങ്ഷൻസും അല്ലേ. അതിൽ പ്രൈമറിയിൽ എന്താ വരിക? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ആൻഡ് ഗിവ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദി നീഡി പേഴ്സൺസ് അല്ലേ. ലോൺസും അഡ്വാൻസസും നീഡി പേഴ്സൺസിന് കൊടുക്കുക. ഇതാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈമറി ഫംഗ്ഷൻ. ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിൽ, അതൊരു റിസർവ് ബാങ്ക് ആകുമ്പോൾ അതിൻ്റെ ഫംഗ്ഷനിൽ മാറ്റം ഉണ്ട് കേട്ടോ. റിസർവ് ബാങ്ക് എന്ന് പറയുമ്പോൾ വേറൊരു തലമാണ് അല്ലേ, അത് സെൻട്രൽ ബാങ്ക് അല്ലേ. റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻസും നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. എന്തൊക്കെയാണ്? മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഒരു സാധാ ഒരു ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് ആൻഡ് ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് തന്നെയാണ്. അതിന് പുറമെ കുറച്ച് ജനറൽ യൂട്ടിലിറ്റി സർവീസസും ഏജൻസി സർവീസസും ഒക്കെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇഷ്യൂ ട്രാവലേഴ്സ് ചെക്ക്, അങ്ങനെ ഒരുപാട് അല്ലേ, ചെക്ക് കളക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് ഫങ്ഷൻസ് ബാങ്ക് ചെയ്യുന്നുണ്ട്. അതിലേക്കൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ബാങ്കിൻ്റെ അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഇൻകം എക്സ്പെൻസസും നമുക്കറിയണം. എങ്കിൽ മാത്രമല്ലേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അല്ലേ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ചില പ്രൊവിഷൻസ്, ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ചില പ്രൊവിഷൻസ് ആണ്. സം ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949. ചില കാര്യങ്ങളിൽ ചില പ്രൊവിഷൻസ്, ചില ഗൈഡ് ലൈൻസ് ബാങ്ക് റെഗുലേഷൻ ആക്ട് ബാങ്കിങ് കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചില കേസുകളിൽ ഡിവിഡൻഡ് എത്ര കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് എത്ര മിനിമം ക്യാപിറ്റൽ വേണം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എത്ര ക്യാഷ് റിസർവ് റേഷ്യോ വേണം, എത്ര SLR വേണം, ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് ആര് കൊടുക്കാറുണ്ട്? നമ്മുടെ ഈ ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949 കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ചില പ്രൊവിഷൻസ് ആണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നോൺ ബാങ്കിങ് അസറ്റ്. എന്താണ് നോൺ ബാങ്കിങ് അസറ്റ്? ശ്രദ്ധിക്കണേ, നോൺ ബാങ്കിങ് അസറ്റ് അല്ലേ. നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത് അസറ്റ് അക്വയർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ക്ലെയിംസ് ഓഫ് ദി ബാങ്ക് ഈസ് ടേംഡ് ആസ് നോൺ ബാങ്കിങ് അസറ്റ്. എന്താണ്? അസറ്റ് അക്വയർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ക്ലെയിംസ് ഓഫ് ദി ബാങ്ക്. Asset acquired in satisfaction of the claims of the bank are termed as എന്താണ്? നോൺ ബാങ്കിങ് അസറ്റ്. നോൺ ബാങ്കിങ് അസറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അസറ്റ് അക്വയേർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ക്ലെയിംസ് ഓഫ് ദി ബാങ്ക്. സംഭവം എന്താണെന്ന് പിടുത്തം കിട്ടിയോ? ഇല്ല അല്ലേ. നമുക്കറിയാം, ബാങ്ക്സ് യൂഷ്വലി ലെൻഡ് മണി എഗെയിൻസ്റ്റ് ദി സെക്യൂരിറ്റി ഓഫ് ദി അസറ്റ്.
ഓക്കെ, നമ്മൾ വെറുതെ പോയി ബാങ്കിൽ പോയാൽ നമുക്ക് പണം കടം തരുമോ, ലോൺ തരുമോ? ഇല്ല. ബാങ്ക്സ് യൂഷ്വലി ലെൻഡ് മണി എഗെയിൻസ്റ്റ് സം സെക്യൂരിറ്റി, അല്ലേ? സെക്യൂരിറ്റി ആയിട്ട് അസറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോൾഡ് വെച്ചിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ലോൺ എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഗോൾഡ് നമ്മൾ അവിടെ എന്തായിട്ട് കൊടുത്തു, സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തു. ഗോൾഡ് എന്ന് പറയുന്ന അസറ്റ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിൽ കൊടുത്തിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത്, അല്ലേ? ദെൻ ഇഫ് എ ബോറോവർ ഫെയിൽസ് ടു റീപേ ദാറ്റ് മണി അല്ലെങ്കിൽ ദാറ്റ് ലോൺ, ആ ബോറോവർ എന്ത് ചെയ്തു, റീപേയ്മെൻറ്റ് നടത്താൻ ഫെയിലായി, അതായത് നമ്മൾ ലോൺ അടച്ചില്ല, ഓക്കെ, ലോൺ നമുക്ക് അടക്കാൻ പറ്റിയില്ല എങ്കിൽ ആ അസറ്റ് ആരുടെ പൊസഷനിലാവും, ബാങ്കിൻ്റെ പൊസഷനിലാവും. ഓക്കെ, നമുക്ക് കാലാവധി കഴിഞ്ഞിട്ടും നമ്മൾ ആ ലോൺ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് എന്ത് അസറ്റാണോ കൊടുത്തത് ആ അസറ്റിൻ്റെ പൊസഷൻ ആർക്കായിരിക്കും, ബാങ്കിനായിരിക്കും. ആ അസറ്റിനെ വിളിക്കുന്ന പേരാണ് നോൺ ബാങ്കിങ് അസറ്റ്. ഓക്കെ, ഇപ്പോൾ സംഭവം കിട്ടിയോ? അപ്പോൾ എന്താണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത്? അസറ്റ് അക്വയർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ക്ലെയിംസ് ഓഫ് ദി ബാങ്ക്. അസറ്റ് അക്വയർഡ് ഇൻ ക്ലെയിമിന് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാൻ, നമുക്ക് കൊടുത്ത ലോൺ കിട്ടിയില്ല, പകരം എന്ത് ചെയ്തു, അവർ സെക്യൂരിറ്റി ആയിട്ട് തന്ന അസറ്റിൻ്റെ പൊസഷൻ ആരേറ്റെടുത്തു, നമ്മുടെ ബാങ്കിങ് കമ്പനി ഏറ്റെടുത്തു. ആ അസറ്റിനെ വിളിക്കുന്ന പേരാണ് നോൺ ബാങ്കിങ് അസറ്റ്. അതെന്താണ് നമ്മൾ ചെയ്യുക? ബാങ്കിൻ്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ആ അസറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റൂല, അല്ലേ? അപ്പം നമ്മൾ അത് എന്ത് ചെയ്യും, ദിസ് അസറ്റ് വിൽ ബി ഷോൺ ഓൺ ദി ബാലൻസ് ഷീറ്റ് അണ്ടർ ദി ഹെഡ് അതർ അസറ്റ്. ഓക്കെ, ആ അസറ്റ് നമ്മൾ എന്ത് ചെയ്യും, നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്ന അസറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എവിടെ എഴുതും, അണ്ടർ ദി ഹെഡ് അതർ അസറ്റ് എന്ന പേരിൽ എഴുതും. ശരിക്കും ശ്രദ്ധിക്കണേ, നമ്മൾ ബാലൻസ് ഷീറ്റ് ഇനി പ്രിപ്പയർ ചെയ്യാൻ പോണേ ഉള്ളൂ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു നോൺ ബാങ്കിങ് അസറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് എവിടെ എടുക്കണം എന്നതിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവരുത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അതർ അസറ്റ് എന്ന ഹെഡിലാണ് നമ്മൾ ഈ നോൺ ബാങ്കിങ് അസറ്റ് എടുക്കുക. ഓക്കെ, കിട്ടിയോ? ദെൻ അതേപോലെ തന്നെ ഈ നോൺ ബാങ്കിങ് അസറ്റ് എന്ന പേര് നമ്മൾ എടുത്തു എന്ന് പറഞ്ഞല്ലോ, അല്ലേ? ദെൻ ദിസ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യും, കാലാകാലം നമുക്ക് അതിൻ്റെ പൊസിഷൻ ബാങ്കിങ് കമ്പനിക്ക് ഏറ്റെടുത്ത് നിർത്താൻ പറ്റുമോ? ഇല്ല. ദിസ് അസറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ഓഫ്, അല്ലേ, വിത്തിൻ 7 years ഫ്രം ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ. അക്വയർ ചെയ്തിട്ട് 7 വർഷത്തിനുള്ളിൽ നമ്മൾ ആ അസറ്റ് എന്ത് ചെയ്യും, ഡിസ്പോസ്ഡ്, സെല്ല് ചെയ്യും, വിൽക്കും. ഓക്കെ, വിറ്റിട്ട് അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എവിടെ എഴുതണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മിസ്ലേനിയസ് ഇൻകം എന്ന ഹെഡിലാണ് അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. കിട്ടിയോ നിങ്ങൾക്ക്? ഒരൊറ്റ ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. നോൺ ബാങ്കിങ് അസറ്റിൻ്റെ കേസിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനീസിൽ എന്നാണ്. ഓക്കെ, അപ്പോൾ നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് അക്വയർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ക്ലെയിംസ് ഓഫ് ദി ബാങ്ക്, അല്ലേ? അതായത് ലോൺ അടക്കാൻ ഫെയിലായി കഴിഞ്ഞാൽ അവർ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ള അസറ്റ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പൊസഷൻ ബാങ്കിങ് കമ്പനി ഏറ്റെടുക്കും, അല്ലേ? ആ അസറ്റ് ബാലൻസ് ഷീറ്റിൽ, അല്ലേ, എവിടെ എഴുതും, അതർ അസറ്റ് എന്ന ഹെഡിൽ നമ്മൾ എഴുതുകയും അതോടൊപ്പം സച്ച് അസറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ഓഫ് വിത്തിൻ 7 years ഓഫ് ദി 7 years ഫ്രം ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ. അക്വയർ ചെയ്ത് 7 വർഷത്തിനുള്ളിൽ നമ്മളത് ഡിസ്പോസ് ചെയ്യും. അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലേ, ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് സച്ച് അസെറ്റ് ഷുഡ് ഷോൺ അണ്ടർ ദി ഹെഡ് മിസ്ലേനിയസ് ഇൻകം ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മിസ്ലേനിയസ് ഇൻകം എന്ന പേരിൽ അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ്, ഇപ്പം നമ്മൾ 10 ലക്ഷത്തിനാണ് ലോൺ എടുത്തതെന്ന് വിചാരിക്കുക, അതുകൊണ്ടാണ് ആ കറക്റ്റ് വാല്യൂവിൽ നമുക്ക് ഇപ്പോൾ സ്വർണം, ആ 10 ലക്ഷത്തിൻ്റെ സ്വർണം മാത്രമാണ് നമ്മൾ കൊടുക്കുക, അല്ല, ഒരു 12-13 ലക്ഷത്തിൻ്റെ സ്വർണം അവിടെ കൊടുത്താലേ നമുക്ക് 10 ലക്ഷം ലോണായിട്ട് കിട്ടുള്ളൂ, അല്ലേ? ദെൻ ഈ സ്വർണം ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ക്ലെയിം ആയിട്ടുള്ള 10 ലക്ഷം തിരിച്ചു പിടിക്കുകയും അതോടൊപ്പം എക്സ്ട്രാ കിട്ടുന്ന പ്രോഫിറ്റ് അവർ എന്ത് ചെയ്യുമെന്നാണ് പറയണത്, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെ എഴുതും, മിസ്ലേനിയസ് ഇൻകം എന്ന അണ്ടറിൽ എഴുതുകയും ചെയ്യും. ഇതാണ് ഈ നോൺ ബാങ്കിങ് അസറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇൻ ദി ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനി. കിട്ടിയോ? അതൊക്കെ എന്താണ് ചെയ്യുക, എന്താണ് നോൺ ബാങ്കിങ് അസറ്റ് എന്നൊരു ഐഡിയ കിട്ടിയോ? അസറ്റ് അക്വയർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ക്ലെയിം ഓഫ് ദി ബാങ്ക് ഓർ കോൾഡ് നോൺ ബാങ്കിങ് അസറ്റ്, അല്ലേ? നമ്മുടെ ക്ലെയിം കിട്ടാതെ വരുമ്പോൾ അവർ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ള അസറ്റിൻ്റെ പൊസഷൻ ബാങ്കിങ് കമ്പനി ഏറ്റെടുക്കുകയും അത് അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ
ആ അസറ്റ് ബാങ്കിന്റെ നോർമലി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ അസറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അതർ അസറ്റ് എന്ന ഹെഡിൽ എഴുതുകയും അതോടൊപ്പം വിത്തിൻ 7 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അത് ഡിസ്പോസ് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ് മിസ്ലേനിയസ് ഇൻകം എന്ന ഹെഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും നമ്മൾ എന്ത് ചെയ്യും, എഴുതുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം, ഇത് മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും. ദെൻ അടുത്ത മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു ബാങ്കിങ് കമ്പനി മിനിമം ഇത്ര ക്യാപിറ്റലും റിസർവും മെയിൻറ്റെയിൻ ചെയ്യണം. മിനിമം ഒരു ബാങ്കിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഇത്ര ക്യാപിറ്റൽ വേണം, മിനിമം ഇത്ര റിസർവ് വെക്കണം എന്ന് പ്രത്യേക ഗൈഡ് ലൈൻസ് ആരുടെ ഉണ്ട്, ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഉണ്ട്. അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് അല്ലേ. ദെൻ in case of banking company incorporated outside India, ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത ഒരു ബാങ്കിങ് കമ്പനി, ഇൻ കേസ് ഓഫ് ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് എന്താണ് രജിസ്റ്റർ ചെയ്ത ഒരു ബാങ്കിങ് കമ്പനി ആകുകയും ബട്ട് നോട്ട് ഹാവിങ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ മെട്രോപൊളിറ്റൻ സിറ്റീസ് ലൈക്ക് കൊൽക്കത്ത, മുംബൈ കൊൽക്കത്ത പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ബാങ്കിങ് ബിസിനസ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ബാങ്കിങ് കമ്പനിയാണെങ്കിൽ അവർക്ക് എത്രയാണ് മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് വേണ്ടത് എന്നാണ് പറയുന്നത്. 15 lakh, മിനിമം 15 lakh, അതായത് അതിൽ കുറയാൻ പാടില്ല എന്ന് ചുരുക്കം. അപ്പോൾ എന്താണ് കണ്ടീഷൻ, എന്താണ് മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഒരു ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, പുറത്ത് രജിസ്റ്റർ ചെയ്യുകയും പക്ഷേ ഇന്ത്യക്കകത്ത് മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ടുള്ള കൊൽക്കത്തയിലോ മുംബൈയിലോ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ബാങ്കിങ് കമ്പനിയാണെങ്കിൽ അവർ മിനിമം അവർക്ക് എത്ര ക്യാപിറ്റലും റിസർവും വേണമെന്നാണ് പറയുന്നത്, 15 lakh. 15 ലക്ഷം ക്യാപിറ്റലും റിസർവും ക്യാപിറ്റലും കൂടി കൂടിയിട്ടുള്ള എമൗണ്ട് ആണ് പറയുന്നത് കേട്ടോ. റിസർവും ക്യാപിറ്റലും കൂടി കൂടിയിട്ട് 15,000 rupees ഇല്ലാത്ത ഒരു കമ്പനിയും എന്ത് ചെയ്യാൻ പാടില്ല, ബാങ്കിങ് കമ്പനിയും നിലനിൽക്കാൻ പാടില്ല എന്നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവിൻ്റെ കേസിൽ പറയുന്നത്. എവിടെ, ബാങ്കിങ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കണം. പക്ഷേ ബട്ട് ഇൻ എ നോട്ട് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ മെട്രോപൊളിറ്റൻ സിറ്റീസ് ലൈക്ക് കൊൽക്കത്ത, മുംബൈ എക്സെട്ര. കൊൽക്കത്തയിലും മുംബൈയിലൊന്നും അവർക്ക് എന്തുണ്ടാവാൻ പാടില്ല, പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവാനും പാടില്ല. അത്തരത്തിലുള്ളൊരു ബാങ്കിങ് കമ്പനിയാണെങ്കിൽ ആ ബാങ്കിങ് കമ്പനിയുടെ ക്യാപിറ്റലും റിസർവും കൂടിയും കൂട്ടിയാൽ എത്ര ആവാൻ പാടില്ല, 15 lakh കുറയാൻ പാടില്ല. ഇനി അനദർ കണ്ടീഷനാണ്, എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ആൻഡ് ഈഫ് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ്, a banking company incorporated outside India but it has a place of business in metropolitan cities like Kolkata, Mumbai etc. അതായത് കൊൽക്കത്തയിലും മുംബൈയിലൊക്കെ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ളതും ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തതുമായിട്ടുള്ള ഒരു ബാങ്കിങ് കമ്പനിയാണെങ്കിൽ അവർക്ക് മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് എന്ന് പറയുന്നത് എത്ര വേണം, 20 lakh വേണം. കിട്ടിയോ കുട്ടികളെ? നമ്മളിതിൻ്റെ ടീച്ചിങ് നോട്ടൊക്കെ നിങ്ങൾക്ക് തരും കേട്ടോ, കറക്റ്റായിട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും ഓരോ പോയിന്റ്. ഇപ്പോൾ നോൺ ബാങ്കിങ് അസറ്റിൻ്റെ കേസിൽ എന്താ ചെയ്യുക നിങ്ങൾക്ക് അറിയാലോ. എന്താ ചെയ്യുക, അസറ്റ് സൈഡിൽ എവിടെ എഴുതും, അതർ അസറ്റിൽ എഴുതുകയും അത് ഡിസ്പോസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ മിസ്ലേനിയസ് ഇൻകം എന്ന് പറയുന്ന ഹെഡിൽ എഴുതുകയും ചെയ്യും. ഇനി മിനിമം ക്യാപിറ്റൽ എത്ര വേണം, ഒരു ബാങ്കിങ് കമ്പനി രജിസ്റ്റർ ചെയ്ത് അത് നടത്താൻ വേണ്ടിയിട്ട് എത്ര മിനിമം ക്യാപിറ്റൽ വേണമെന്നാണ് പറയുന്നത്. അതിലൊരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതിലൊരു കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്, എന്താണ്, ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ബട്ട് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ദി മെട്രോപൊളിറ്റൻ സിറ്റീസ് ലൈക്ക് കൊൽക്കത്ത ആൻഡ് മുംബൈ കൊൽക്കത്ത പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ 15 lakh മതി. എന്ത്, മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ്. എന്നാൽ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ തന്നെയാണ് കേട്ടോ, ബട്ട് ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ മെട്രോപൊളിറ്റൻ സിറ്റീസ് ലൈക്ക് കൊൽക്കത്ത ആൻഡ് മുംബൈ, ഇതുപോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ളതുമായിട്ടുള്ള ഒരു ബാങ്കിങ് കമ്പനിയാണെങ്കിൽ അവർക്ക് മിനിമം എത്ര വേണം, മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് 20 lakh വേണം. മനസ്സിലായോ നിങ്ങൾക്ക്? ഒക്കെ എന്താണ്, ഇന്ത്യക്ക് പുറത്താണ് ഈ ബാങ്കിങ് കമ്പനി രണ്ടും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്നിലെന്താണ്, ഇന്ത്യക്കകത്ത് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ എന്തില്ല, ബിസിനസ് ഇല്ല.
അവർക്ക് 15 ലക്ഷം മതി. എന്നാൽ മെട്രോപൊളിറ്റൻ സിറ്റീസിനകത്ത് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ അവർക്ക് മിനിമം റിസർവ് ആൻഡ് ക്യാപിറ്റൽ രണ്ടും കൂടിയിട്ട് എത്ര വേണം? 20 lakh വേണം. ഇനി അടുത്ത കേസ് വരെ ഒക്കെ ഇപ്പം നമ്മൾ എല്ലാതും ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത ബാങ്കിങ് കമ്പനീസ് ആണോ ഉള്ളത്? അല്ല, നമ്മൾ ഇന്ത്യക്കകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനീസ് ഉണ്ട്. അവരുടെ കേസിൽ എന്തായിരിക്കും മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് എന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇൻ കേസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, in case of banking companies incorporated in India, not outside. നമ്മൾ ഇതുവരെയും പറഞ്ഞത് എന്താണ്? ഔട്ട്സൈഡ് ഇന്ത്യയുടെ കേസാണ്. എ ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യക്കകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബാങ്കിങ് കമ്പനി ആണെങ്കിൽ ആ ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിനിമം ക്യാപിറ്റൽ എത്ര വേണം, റിസർവ് എത്ര വേണം എന്നാണ് പറയുന്നത് അല്ലേ. അവിടെ ഇറ്റ് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് നോട്ട് മോർ ദാൻ വൺ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൽ കൂടുതൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ള ഒരു ബാങ്കിങ് കമ്പനിയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാടുണ്ട്. തമിഴ്നാടും മഹാരാഷ്ട്രയൊന്നും ഇപ്പോൾ ആർക്കും വേണ്ടി വരില്ല അല്ലേ, കാരണം കൊറോണ ആയതുകൊണ്ടേ അല്ലേ, അവിടെ പ്ലേസ് ഓഫ് ബിസിനസ് ഒന്നും വേണ്ട. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞത് എന്താണ്? മോർ ദാൻ വൺ സ്റ്റേറ്റ്, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ളതും ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു ബാങ്കിങ് കമ്പനിയാണെങ്കിൽ അവർക്ക് എന്താണ്? 5 lakh ആണ് അവരുടെ മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ്. എത്രയാണ്? 5 lakh ആണ് അവരുടെ മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ്. ദെൻ ഇനി ഇതും പറയാം, ഇന്ത്യയിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും മോർ ദാൻ വൺ സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കുകയും ആ മോർ ദാൻ വൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ടുള്ള മുംബൈ, കൊൽക്കത്ത പോലെയുള്ള സ്ഥലങ്ങളിലാണ് പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ളത് എങ്കിൽ എത്ര വേണം? 10 lakh. 10 lakh എങ്കിലും മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് വേണം. ഓക്കെ, ഇനി ഒരൊറ്റ സ്റ്റേറ്റിലുള്ളെങ്കിൽ എന്ത് വേണം? 1 lakh. ഓക്കെ, ഒറ്റ സ്റ്റേറ്റിൽ മാത്രമാണ്, ഇന്ത്യയിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തു, ഒരു സ്റ്റേറ്റിൽ മാത്രമേ അവർക്ക് പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ളൂ എങ്കിൽ എന്താണ്? മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് 1 lakh ആണ്. പിന്നെ അതിനനുസരിച്ച് ബ്രാഞ്ച് കൂടുന്നതിനനുസരിച്ച് 1000 വെച്ചിട്ടൊക്കെ കൂടും, 10,000 വെച്ചിട്ടൊക്കെ കൂടും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മളിപ്പോൾ നമ്മുടെ തിയറിറ്റിക്കൽ ഭാഗത്തിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ 15 lakh ആണ്. ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ 20 lakh ആണ്. ദെൻ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും മോർ ദാൻ വൺ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് എന്താണ്? റുപ്പീസ് 1 lakh ആണ്, 5 lakh ആണ്. പിന്നെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെ ഉണ്ടാവുകയാണെങ്കിൽ മുംബൈയിലും കൊൽക്കത്തയിലും ഉണ്ടാവുകയാണെങ്കിൽ 10 lakh ആണ്. അപ്പോൾ 5ഉം 10ഉം ഇന്ത്യക്കകത്ത്, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ 15ഉം 20ഉം. നിങ്ങളെ മനസ്സിലുണ്ടാവണം എന്താണ് കണ്ടീഷൻ എന്ന് കേട്ടോ. കണ്ടീഷൻ ഉണ്ടല്ലോ, ഇന്ത്യക്കകത്താണെങ്കിൽ മോർ ദാൻ വൺ സ്റ്റേറ്റ് 5, ആ വൺ സ്റ്റേറ്റിൽ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ 10. ഇനി ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് പ്ലേസ് ഓഫ് ബിസിനസ് എങ്കിൽ ഓൺലി 1 lakh ആണ് മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ്. ഓക്കെ, നമ്മൾ ടുഡേസ് ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ സമ്മറി, നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് ബാങ്ക്? Bank is a financial institution engaged in banking business. Then various sources of income. നമ്മൾ പഠിച്ചു, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഡിസ്കൗണ്ട് ഓൺ ബിൽസ്, ഡിസ്കൗണ്ടഡ് അല്ലേ, എക്സെട്ര. ദെൻ വേരിയസ് എക്സ്പെൻസസ് ഓഫ് എ ബാങ്ക്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസും, ടാക്സേഷൻ, എക്സെട്ര ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വേരിയസ് പ്രൊവിഷൻസ്, വേരിയസ് ഗൈഡ് ലൈൻസ് ഓഫ് ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949. ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് 1949 ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. അത് 2 കേസിൽ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് നോൺ ബാങ്കിങ് അസറ്റിൻ്റെ കേസിൽ എന്താണെന്നും അതുപോലെ മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവിൻ്റെ കേസിൽ എന്താണെന്നുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നോൺ ബാങ്കിങ് അസറ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്കറിയാം. എന്താണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ് അക്വയർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ക്ലെയിംസ് ഓഫ് ദി ബാങ്ക്. അതാണ്. അത് നമ്മൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അതർ അസറ്റ്. അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എവിടെ കാണിക്കും? മിസ്ലേനിയസ് ഇൻകം, അണ്ടർ ദി ഹെഡ് മിസ്ലേനിയസ് ഇൻകം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിലെടുത്തത്. പിന്നെ ലാസ്റ്റ് മിനിമം ക്യാപിറ്റലിൻ്റെ കേസിലാണ്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 15 lakh. എന്നാൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ളതുമായിട്ടുള്ള ബാങ്കിങ് കമ്പനിയാണെങ്കിൽ 20 lakh ആണ്. ദെൻ ഇന്ത്യയിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് എന്താണ്? ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും മെട്രോപൊളിറ്റൻ സിറ്റീസിൽ എന്തില്ല?
മോർ ദാൻ 1 സ്റ്റേറ്റിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്, എന്നാൽ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ എന്തില്ല, പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലെങ്കിൽ 5 lakhും, മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ 10 lakhും, ഓൺലി 1 സ്റ്റേറ്റിൽ മാത്രമാണ് പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ളത് എങ്കിൽ 1 lakh. ഇത്രയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കണം. അഥവാ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുക, നമ്മൾ ക്ലിയർ ചെയ്യും. വാട്സപ്പിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻട്രാക്ട് ചെയ്യാം. നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതെന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക്, ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരിത്തിരി ടഫാണ് എങ്കിൽ കൂടി നിങ്ങൾ കൂടെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ എന്താ പറയുക, സുഖമായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, താങ്ക് യു.